ഉത്രാടപ്പാച്ചിലിൻ്റെ തിരക്കിൽ കൊച്ചി മെട്രോയുടെ ടെർമിനൽ സ്റ്റേഷനിലെ കാഴ്ചകളും വിശേഷങ്ങളും ആണ് ഇന്നത്തെ ഈ കുട്ടി വീഡിയോയിൽ. രാജനഗരിയായ തൃപ്പൂണിത്തുറയുടെ രാജകീയമായ മെട്രോ സ്റ്റേഷൻ, അതാണ് തൃപ്പൂണിത്തുറ ടെർമിനൽ മെട്രോ സ്റ്റേഷൻ. ക്ഷേത്രത്തിൻ്റെ ചുവരുകളെ അനുസ്മരിപ്പിക്കുന്ന തരത്തിലുള്ള ചുവർ ചിത്രങ്ങളുടെ മനോഹരങ്ങളായ തൂണുകൾ നിറഞ്ഞതാണ് സ്റ്റേഷൻ്റെ അങ്കണം തന്നെ. സ്റ്റേഷൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ നമ്മളെ വരവേൽക്കുന്നതും ഇതേപോലെ മനോഹരങ്ങളായ ചുവർ ചിത്രങ്ങൾ തന്നെയാണ്. സ്റ്റേഷൻ്റെ ഉള്ളിലേക്ക് കടന്നു ചെല്ലുന്ന വഴിയിലുടനീളം തന്നെ അനവധി ചുവർ ചിത്രങ്ങൾ കാണാൻ സാധിക്കും. ഇത് മറ്റുള്ള സ്റ്റേഷനിൽ നിന്നും ഈ സ്റ്റേഷനെ വ്യത്യസ്തമാക്കുന്നു. പടിക്കെട്ടുകൾ കയറി ചെല്ലുമ്പോൾ തൊട്ടുമുകളിലായി വലിയ തൂക്കുവിളക്ക് കാണാൻ സാധിക്കും. രാജകൊട്ടാരങ്ങളെ അനുസ്മരിപ്പിക്കുന്ന തരത്തിലുള്ള വലിയ തൂക്കുവിളക്ക്. അത് തന്നെ ഈ സ്റ്റേഷനെ ഒരു റോയൽ ലുക്ക് നൽകുന്ന സ്റ്റേഷൻ ആണ് എന്നും നമുക്ക് അനുമാനിക്കാം. ഏറ്റവും മുകളിലെത്തിയാൽ രാജർഷി രാമവർമ്മ മഹാരാജാവിൻ്റെ വലിയ ഒരു എണ്ണഛായാചിത്രമാണ് നമ്മളെ വരവേൽക്കുന്നത്. തൃപ്പൂണിത്തുറയുടെ കൊച്ചിയുടെ ചരക്ക് ഗതാഗത രംഗത്ത് വിപ്ലവകരമായ ഒരു മാറ്റം സൃഷ്ടിച്ച മഹാരാജാവാണ് രാജർഷി രാമവർമ്മ. അദ്ദേഹത്തിൻ്റെ വലിയ ഒരു ചിത്രം നമുക്ക് ഈ സ്റ്റേഷനിൽ കാണാൻ സാധിക്കും. മറ്റു സ്റ്റേഷനിൽ നിന്നും വ്യത്യസ്തമായി ഈ സ്റ്റേഷനെ ആക്കുന്നത് തന്നെ ഇവിടുത്തെ ഈ നൃത്തരൂപം എന്ന് പറഞ്ഞിട്ടുള്ള ഗാലറിയാണ്. ഒരുപാട് മനോഹരങ്ങളായിട്ടുള്ള നൃത്ത കലകൾ കൊണ്ട് സമ്പുഷ്ടമായ കേരളത്തിൻ്റെ നൃത്ത പൈതൃകത്തെ ഒരു ചെറിയ മ്യൂസിയം പോലെ നമ്മുടെ മുന്നിൽ പ്രദർശിപ്പിക്കുകയാണ് കൊച്ചി മെട്രോ. കേരളത്തിൻ്റെ സ്വന്തം കഥകളിയിൽ തുടങ്ങി ആദ്യത്തെ നമ്മുടെ പൈതൃക പട്ടികയിൽ ഇടം നേടിയ കൂടിയാട്ടം വരെ ഇവിടെ ആവിഷ്കരിക്കപ്പെട്ടിരിക്കുന്നു. ജീവസുറ്റ ശില്പങ്ങളാണ് ഇവയെല്ലാം എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. ജീവസുറ്റ നിരവധി ശില്പങ്ങൾ ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. ഒന്നിനോട് മെച്ചമുള്ളവ. ഇതാണ് ഈ സ്റ്റേഷനെ മറ്റുള്ള സ്റ്റേഷനിൽ നിന്നും വ്യത്യസ്തമാക്കുന്ന നിരവധി കാഴ്ചകളിൽ ഒന്ന്. ഏറ്റവും പ്രധാനപ്പെട്ടതും
രാജനഗരിയായ തൃപ്പൂണിത്തുറയിലെ രാജകീയ മെട്രോ സ്റ്റേഷനായ ടെർമിനൽ സ്റ്റേഷനിലെ വിശേഷങ്ങൾ, കാഴ്ചകൾ എല്ലാം നിറഞ്ഞ ഒരു വീഡിയോ ആയിരുന്നു ഇന്നത്തെ ഈ കുട്ടി വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടുന്നത് വരെ എല്ലാവർക്കും ശുഭരാത്രി നേരുന്നു.